മഞ്ചേശ്വരത്ത് നേരത്തെ നമ്മൾ കണ്ടതാണ്. അവിടെ ടോൾ പ്ലാസ നിർമ്മാണത്തിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണ്. കുമ്പളയിലാണ് ടോൾ പ്ലാസ സമരം നടക്കുന്നത്. ഇപ്പോൾ MLA AK മഷ്റഫിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. വലിയ സംഘർഷാവസ്ഥയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ MLA AK അഷ്റഫിനെ കൂടി അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, മണിക്കൂറുകളാവുകയാണ് ഈ പ്രതിഷേധം തുടങ്ങിയിട്ട്. വ്യാപകമായി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു, MLA അടക്കം. വലിയ തോതിലേക്കുള്ള പ്രതിഷേധത്തിൽ തന്നെയാണ് ഇപ്പോൾ കുമ്പഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം വലിയ പ്രതിഷേധത്തിന് രംഗത്തെത്തിയത്. MLA അടക്കമുള്ള നേതാക്കൾ ആദ്യമേ പ്രസംഗത്തിലടക്കം സൂചിപ്പിച്ച കാര്യമാണ്. അറസ്റ്റ് ചെയ്ത് നീക്കിയാലും കൂടുതൽ ആളുകൾ സമരഭൂമിയിലേക്ക് എത്തി പ്രതിഷേധം തുടരുമെന്ന കാര്യം. അതിപ്പോൾ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലേക്കുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. AK മഷ്റഫ് MLA അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകരെ, സമരസമിതിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരെയൊക്കെ തന്നെ ഇപ്പോൾ പോലീസ് ബസ്സിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ സമാന്തരമായി നടക്കുന്നു. എന്നാൽ അറസ്റ്റ് ചെയ്ത് പ്രവർത്തകരെ പോലും അവിടെ നിന്ന് സമര രംഗത്ത് നിന്ന് മാറ്റാൻ കഴിയാത്ത രീതിയിലേക്ക് ബാരിക്കേഡുകളും അതുപോലുള്ള മറ്റ് തടസ്സങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കി അത്തരത്തിലുള്ള പോലീസിന്റെ നീക്കങ്ങൾ പൂർണ്ണമായി തടസ്സപ്പെടുത്താനാണ് ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നീക്കം തുടരുന്നത്. ഇപ്പോൾ 2 മണിക്കൂറോളം സമയമായി ഇത്തരത്തിൽ പൂർണ്ണമായി ദേശീയപാത ഉപരോധിച്ച് ഇത്രത്തോളം വലിയ ഒരു സമരം ആരംഭിച്ചിട്ട് ഇനി വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടർന്നു പോകാൻ തന്നെയാണ് ഇത്തരത്തിൽ സമരസമിതിയുടെ തീരുമാനം. മാധു. സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് കുമ്പളയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയാണ്. അവിടെ ഒരു ടോൾ പ്ലാസ, ഇനിയൊരു ടോൾ പ്ലാസ കൂടി നിർമ്മിക്കാൻ കഴിയില്ല, അതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ തോതിലുള്ള ജനകീയ പ്രതിഷേധം ഉണ്ടാകുന്നത്. 20 കിലോമീറ്ററിനുള്ളിൽ 2 ടോൾ പ്ലാസ മംഗലാപുരത്തെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് പോലും ആശ്രയിക്കുന്ന ജനവിഭാഗമാണ് കാസർഗോഡുള്ളത്. അവിടെ ഇനിയൊരു ടോൾ പ്ലാസ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലപാടാണ് ജനകീയ പ്രതിഷേധ സമിതിക്ക് ഉള്ളത്. പോലീസിന്റെ സംരക്ഷണം ആവശ്യമുണ്ട് എന്ന് നിർമ്മാണ കമ്പനി ആവശ്യപ്പെട്ടിരുന്നു. അതിനെ തുടർന്ന് വിപുലമായ പോലീസ് സംവിധാനം കൂടി അവിടെ തയ്യാറെടുത്തിരുന്നു. വലിയ പ്രതിഷേധമുണ്ടാകുമെന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് ബാരിക്കേഡ് വെച്ച പ്രവർത്തകരെ, പ്രതിഷേധക്കാരെ മറികടക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ബാരിക്കേഡുകളൊക്കെ ചവിട്ടി എറിയുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. വലിയ പ്രതിഷേധം തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ടോൾ ഗേറ്റ് നിർമ്മാണം ആരംഭിക്കണമെന്നുള്ളതായിരുന്നു അധികൃതരുടെ നിർദ്ദേശം. പക്ഷേ അങ്ങനെ സംഭവിക്കാൻ കഴിയില്ല, അങ്ങനെ സംഭവിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധം അവിടെ രൂപപ്പെടുത്തുന്നത്. ഇപ്പോഴും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങളൊക്കെ ജനങ്ങൾ എടുത്ത് ദൂരെ കളയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാരംഗ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സാരംഗ്, കുമ്പളയിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഉണ്ടാകുന്നത്. ഒരു കാരണവശാലും ഇനി നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിഷേധം നടത്തുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാകും. പക്ഷേ ഇതിപ്പോൾ ഒരു വലിയ ജനകീയ സമരം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. MLA അടക്കം അറസ്റ്റ് ചെയ്യപ്പെടുകയുമാണ്. സമരം അവിടെ ഇത്തരത്തിൽ നിലവിലുള്ള ചട്ടങ്ങൾക്കെല്ലാം തന്നെ വിരുദ്ധമായാണ് ഇത്തരത്തിൽ ഒരു ടോൾ പ്ലാസ നിർമ്മിക്കുന്നതെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ജനങ്ങൾ പറഞ്ഞിരുന്നതാണ്. പിന്നീട് ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലും പിന്നീട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിലും MLA ചെയർമാനായിട്ടുള്ള സമരസമിതിയാണ് ഇത്തരത്തിൽ സമരം നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അവർ കോടതിയിലടക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് പിന്നീട് ആദ്യഘട്ടത്തിൽ ചെറിയ തോതിലുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, പ്ലക്കാർഡുകൾ വരുന്നു. അതാണ് ഇപ്പോൾ ഇത്രത്തോളം വലിയൊരു ജനകീയ സമരമായി മാറുന്നത്. എന്നാൽ സമരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായി ഇതിന് അടിച്ചമർത്താനൊക്കെ തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന നീക്കം. കാരണം ടോൾ പ്ലാസ ഉണ്ടാക്കി ഓരോ ഘട്ടങ്ങളും നിർമ്മാണ ഘട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായ പോലീസ് സംരക്ഷണം കമ്പനി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിനെയൊക്കെ തന്നെ പല രീതിയിലും ജനങ്ങളുടെ
കണ്ണു വെട്ടിച്ച് അർദ്ധരാത്രി പോലും ടോൾ പ്ലാസയുടെ നിർമ്മാണം ഉണ്ടാവുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇത്രത്തോളം വലിയ ഒരു പ്രതിഷേധം ഉണ്ടാവുന്നത്. ഇനി ഏത് തരത്തിലുള്ള സംരക്ഷണം ഒരുക്കി നൽകിയാലും അവിടെ കുമ്പളയിൽ ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ടോൾ പ്ലാസ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ MLA ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇനിയിപ്പോൾ സമാധാന അന്തരീക്ഷം വീണ്ടെടുക്കണമെന്നൊക്കെ തന്നെയായിരിക്കും ഒരുപക്ഷെ MLA ജനങ്ങളോട് ആവശ്യപ്പെടാൻ പോകുന്നത്. മാധു, எல்லாரும்